പുതിയ സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇറാൻ ഇസ്രായേൽ യുദ്ധമായി പരിണമിച്ചിരിക്കുകയാണ്. ലെബനനിലെ ഇറാൻ അനുകൂല ഹിസ്ബുള്ള ഇതിനകം തന്നെ ഇസ്രായേലിനെതിരെ പോർമുഖം തുറന്നു കഴിഞ്ഞു. ലെബനനിൽ ഇസ്രായേൽ അതിർത്തിയിലും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. അധികം താമസിയാതെ ഇവിടെയും തുറന്ന യുദ്ധത്തിന് സാധ്യതയുണ്ടെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനി ഇസ്രായേലിനെതിരെ അറ്റകൈ പ്രയോഗിക്കാൻ ഇറാൻ ഒരുങ്ങിയെന്നാണ് പുതിയ വാർത്തകൾ. ഇസ്രായേലിന്റെയും പ്രത്യേകിച്ച് അമേരിക്കയുടെയുമൊക്കെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇറാന്റെ ആണവശക്തി ഇല്ലാതാക്കുകയെന്നത്. എന്നാൽ അതിന് എത്ര ശ്രമിച്ചിട്ടും അവർക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇറാൻ തങ്ങളുടെ യുറേനിയത്തിന്റെ സമ്പുഷ്ടമായ ശേഖരം ആയുധ ഗ്രേഡ് നിലവാരത്തിലേക്ക് വർദ്ധിപ്പിച്ചതായി ഐക്യരാഷ്ട്രസഭയുടെ ന്യൂക്ലിയർ വാച്ച് ഡോഗ് റിപ്പോർട്ട് പുറത്തുവന്നതും കൂടുതൽ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 17 കണക്കനുസരിച്ച് ഇറാന്റെ കൈവശം 164.7 കിലോഗ്രാം യുറേനിയം അടിസ്ഥിത ആയുധങ്ങളാണ് ആക്രമണത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ വിവരങ്ങളും പുറത്തു വന്നതോടെ ഇറാൻ ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് സൂചന. നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ഭീഷണിയുണ്ടായാൽ ഇറാൻ ആണവായുധം ഉപയോഗിക്കുമെന്ന് പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയുടെ ഉപദേശകൻ കമൽ ഖറാസി പറഞ്ഞതും ഭീതി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആണവോർജ്ജ സംവിധാനങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടാൽ പിന്നെ മറ്റു വഴികൾ ഉണ്ടാവില്ലെന്നും ആണവായുധം പ്രയോഗിക്കേണ്ടി വരുമെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രായേൽ സിറിയയിലെ ഇറാൻ എംബസിക്ക് നേരെ വ്യോമാക്രമണം നടത്തി ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം 7 പേർ കൊല്ലപ്പെട്ടിരുന്നു. 300ഓളം മൈസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിലേക്ക് തൊടുത്തായിരുന്നു ഇറാന്റെ മറുപടി. പിന്നാലെ ഹമാസ് രാഷ്ട്രീയ കാര്യസമിതി തലവൻ ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ കയറി വധിച്ചതോടെയാണ് ഇരു രാജ്യങ്ങളും തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയുക എന്നത് ഹാർഡ് സ്റ്റേറ്റ് എന്ന് വിലയിരുത്തപ്പെടുന്ന ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. അതിനായി ലഭിക്കുന്ന ഒരവസരവും ഇസ്രായേൽ പാഴാക്കുകയില്ല. ഇറാൻ പരസ്യമായി പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള ഇടപെട്ടാൽ പോലും ഇസ്രായേലിന്റെ ഇറാനെതിരെയുള്ള നീക്കങ്ങൾക്ക് ന്യായീകരണമാകും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആയുധകരത്തിലും ടെക്നോളജിയിലും ലോകത്തെ തന്നെ ശക്തമായ രാജ്യമായ ഇസ്രായേലിൽ ഹമാസ് ഭീകരർ ആക്രമണം നടത്തിയത് തന്നെ ഇസ്രായേൽ കണ്ണടച്ചത് കൊണ്ടാണോ എന്ന സംശയം ഇപ്പോൾ തന്നെ ലോകത്തിനുണ്ട്. ലോകരാജ്യങ്ങൾ പോലും കൊതിക്കുന്ന മൊസാദ് പോലുള്ള വമ്പൻ ഏജൻസിയും ആധുനിക ടെക്നോളജിയും കൈവശമുള്ള ഇസ്രായേൽ ബോധപൂർവം സൃഷ്ടിച്ച പഴുതാണ് ഹമാസ് ഭീകരർക്ക് രാജ്യത്തിനകത്ത് കയറാൻ വഴിയൊരുക്കിയതെന്നാണ് ഒരു വിഭാഗം കരുതുന്നത്. അതിനായി അവർ നിരത്തുന്ന കാരണങ്ങളും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. ഇറാനെ ആക്രമിക്കാൻ ഒരു കാരണമായിരുന്നു ഇസ്രായേലിന് വേണ്ടിയിരുന്നത്. ഹമാസിന്റെ ആക്രമണവും ഇസ്മായിൽ ഹനിയെ വധിച്ച് പ്രകോപനം ഉണ്ടാക്കിയതിലൂടെയെല്ലാം അതവർക്ക് ഇപ്പോൾ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഗാസയെ സംരക്ഷിക്കാൻ രംഗത്തിറങ്ങുമെന്ന ഇറാന്റെ പ്രഖ്യാപനം തന്നെയാണ് അമേരിക്കയും പ്രതീക്ഷിച്ചിരുന്നത്. അതും നടന്നു കഴിഞ്ഞു. ഇനി ഏത് നിമിഷവും യുദ്ധത്തിന്റെ ഗതി തന്നെ മാറാം. അമേരിക്കയുടെ മറ്റൊരു സംസ്ഥാനമായി വിലയിരുത്തപ്പെടുന്ന ഇസ്രായേലിന് വേണ്ടി ഏതറ്റം വരെ പോകാനും അമേരിക്ക തയ്യാറാണ്. അതവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇറാനെതിരെ അമേരിക്ക ഇസ്രായേൽ സംയുക്ത സൈനിക നടപടിയാണ് വരാൻ പോകുന്നത്. ഇസ്രായേൽ സമുദ്രാതിർത്തിയിൽ ഇപ്പോൾ തന്നെ ഉത്തരവും കാത്ത് നിരവധി അമേരിക്കൻ പടക്കപ്പലുകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇസ്രായേലിന് ആത്മവിശ്വാസം നൽകുന്നതും ഈ കരുത്താണ്. അമേരിക്കൻ സൈന്യം തമ്പടിച്ചിരിക്കുന്നത് ഇറാനെ ലക്ഷ്യമിട്ടാണെന്ന യാഥാർത്ഥ്യം റഷ്യയും ചൈനയും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ചൈന വൈകിയാണെങ്കിലും പ്രതികരണവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഹമാസ് ഇസ്രായേൽ യുദ്ധം ഒരിക്കലും ഇറാനെതിരായ യുദ്ധമായി മാറരുതെന്നാണ് റഷ്യയും ചൈനയും ആഗ്രഹിക്കുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധത്തിന്റെ അനുഭവം മുന്നിലുള്ളതിനാൽ ഇറാന് വേണ്ടി സൈനികമായി ഇടപെട്ടാൽ തിരിച്ചടിയുണ്ടാകുമോ എന്ന ആശങ്ക ചൈനയ്ക്കുമുണ്ട്. ഇന്ത്യയുടെ ഇസ്രായേൽ അനുകൂല നിലപാട് ചൈനയെ പ്രതിരോധത്തിലാക്കുന്ന ഘടകമാണ്.